ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് നോക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. എൻഡിൽ ഞാൻ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്താ ഉണ്ടാവുക എന്ന് നോക്കാം. ആൻഡ് നമ്മൾ ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്താണെന്ന് അതും എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ നോക്കുക ഈ വീഡിയോനെ. കറണ്ട് ഫീലിങ്സ് ഏരീസ്, നിങ്ങളുടെ സൈഡിൽ എന്താണ്? നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആണ് നിങ്ങളുടെ എനർജി. ഏസ് ഓഫ് പെന്റിക്കിൾസ്, എംപറർ, അത് നിങ്ങളുടെ തന്നെ എനർജിയാണ്. ആൻഡ് 7 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സന്റെ എന്താണെന്ന് എനർജി നോക്കാം. ഈ ക്യാമറ എന്തോ ഓക്കെ, ഈ ക്യാമറയുടെ ആംഗിൾ എന്തോ മാതിരി ശരിയല്ല എന്ന് തോന്നുന്നു. ബട്ട് ഡെവിൾ, നിങ്ങളുടെ പേഴ്സന്റെ എനർജി. 4 ഓഫ് കപ്സ്, മൂൺ, ക്യാൻസർ എനർജി. ആൻഡ് 6 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജി 6 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പോൾ ഏരീസ്, ഇവിടെ നിങ്ങളുടെ ഓവറോൾ എനർജി 6 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇതൊരു റീകൺസിലിയേഷൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ പേഴ്സണെ ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. പക്ഷെ മേ ബി ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയിരിക്കാം, ഓറെൽസ് ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും. 6 ഓഫ് കപ്സ് ഇതൊരു ചില കേസസിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനും ആവാം. അപ്പോൾ ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ല വെച്ചാൽ മേ ബി നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റന്റ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഈ പേഴ്സണെ നിങ്ങൾ കുറെ മുമ്പേ തൊട്ടിട്ട് തന്നെ അറിയാം, അങ്ങനത്തെ ഒരു പരിചയം ഇല്ല എനർജിയാണ്. അപ്പോൾ അത് ആ ഫീലിംഗ് വരണത് എന്താ വെച്ചാൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവുമ്പോഴാണ് അങ്ങനത്തെ ഫീലിംഗ്, ഒരു സോൾ കണക്ഷൻ ഉണ്ടാവുമ്പോഴാണ് അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാവുക. അതുമായിരിക്കാം. ഇല്ലച്ചാ ഈ പേഴ്സൺ നിങ്ങളുടെ ഒരു കുട്ടിക്കാലത്തെ ഫ്രണ്ട് ആയിരിക്കാം, സഡൻലി മീറ്റ് ചെയ്തു, അങ്ങനത്തെ എന്തെങ്കിലും ഒരു എനർജി ആവാം. ഈ പേഴ്സന്റെ എനർജി 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പോൾ ഇതൊരു കുറെ ഹാർഡ് വർക്കിംഗ് പേഴ്സന്റെ എനർജിയാണ്. ഈ പേഴ്സൺ ഈ സമയത്ത് കുറെ ബിസി ആയിരിക്കാം അവരുടെ ജോലിയിൽ. അതുകൊണ്ടും ആയിരിക്കാം നിങ്ങൾ രണ്ടാൾക്കും അത്ര സമയം കിട്ടുന്നുണ്ടാവില്ല, ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ അത്ര ഇതില്ല, പറഞ്ഞ സമയമില്ല. അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഞാൻ കാണുന്നത്. നൈറ്റ് ഓഫ് സോർഡ്സ് നിങ്ങളുടെ എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സന്റെ അടുത്ത് വേഗം ഒരു മെസ്സേജ് അയക്കണം, എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറെ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാവും. ഇത് കുറെ ഒരു ഇമ്പൾസീവ് എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യണം എന്നില്ല, വേഗം പോയി ഈ പേഴ്സണെ മീറ്റ് ചെയ്യണം എന്നുണ്ടാവും. മേ ബി നിങ്ങൾ രണ്ടാളും കുറെ ദൂരെയായിരിക്കും താമസിക്കുന്നുണ്ടാവും. അപ്പോൾ കുറെ ട്രാവലിംഗിന്റെ എനർജിയും എനിക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. ഈ പേഴ്സന്റെ എനർജി ഡെവിലാണ്. അപ്പോൾ അഗൈൻ ഇതൊരു ഒബ്സെഷന്റെ എനർജി ആവാം. മേ ബി ഈ പേഴ്സണും നിങ്ങളെ കുറെ മിസ് ചെയ്യുന്നുണ്ടാവും. അവർ ഒരു ഒബ്സെസീവ് മാതിരി ആയിരിക്കും ഇത് എനർജി. അതല്ലച്ചാ ഇത് ഈ പേഴ്സൺ കുറെ ഒരു വർക്ക് ഹോളിക് ആയിരിക്കാം. ഇല്ലച്ചാ എന്തെങ്കിലും ഒരു വേറെ അഡിക്ഷൻസ് ഉണ്ടാവും ഈ പേഴ്സന്റെ എനർജിയിൽ. ഓറൽസ് ഇത് ഈ പേഴ്സൺ അവരുടെ ഫീലിങ്സ് ഓപ്പണായി കാണിക്കുന്നില്ല. അവർ ഒരു ഡിറ്റാച്ച്ഡ് പോലെയാണ് ബിഹേവ് ചെയ്യണത്. പക്ഷെ ആക്ച്വലി അവർക്കുള്ളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഫീലിങ്സ് ഉണ്ട്, അത് അവർ കാണിക്കുന്നില്ല, ഷോ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ കാണുന്നത്. നിങ്ങൾക്ക് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്. പക്ഷെ ഈ പേഴ്സൺ ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എനർജിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പേഴ്സന്റെ മനസ്സിൽ എന്തോ ആണ്, വേറെ എന്തോ ആണ്. പക്ഷെ അവർ
കാണിക്കണത് വേറെ എന്തോ ആണ്. അപ്പൊ എന്തോ ഈ പേഴ്സന്റെ ഉള്ളിൽ ഒരു ഡിസ്കണക്ട്, ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് മാതിരി ഒരു ബിഹേവിയർ ആണ് ഈ പേഴ്സന്റെ. അപ്പൊ നിങ്ങളുടെ എനർജി എംപറർ ആണ്. നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ പ്യോർ എനർജിയിലാണ് മെയ് മാസത്തില്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രക്ചർ വേണം എന്നുണ്ട്. നിങ്ങൾ കുറെ, ഞാൻ പറഞ്ഞ മാതിരി സീരിയസ് ആണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. നിങ്ങൾ ഇങ്ങനെ ടൈം പാസ് ഉള്ള എനർജിയിലല്ല. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയണം എന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയാൽ എങ്ങനെയായിരിക്കും, ഇത് ഏത് ഡയറക്ഷനിലാണ് പോവണേ, മാരേജ് ഇല്ല അങ്ങനത്തെ സീരിയസ് കമ്മിറ്റ്മെന്റ് ഉണ്ടാവോ. അപ്പൊ അങ്ങനത്തെ ഐഡിയാസ് നിങ്ങൾക്കുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ഫ്യൂച്ചർ നോക്കണത്. നിങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടത് ഒരു റിലേഷൻഷിപ്പ്. പക്ഷെ ഈ പേഴ്സന്റെ ഫീലിങ്സ് ഞാൻ പറഞ്ഞ മാതിരി അവർ ഒളിപ്പിച്ചിട്ടാണ് വെക്കുന്നത്. അവർ ഓപ്പൺ അല്ല. അവർക്ക് ഉള്ളിൽ കുറെ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് അവർ ഷോ ചെയ്യൂല. മൂൺ ഇവിടെ ഒരു ക്യാൻസർ എനർജിയാണ്, പക്ഷെ അഗൈൻ ഇത് സീക്രറ്റ്സിന്റെ എനർജിയുമാണ്. ഈ പേഴ്സൺ കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ചിട്ടാണ് വെക്കുന്നത്. അവരുടെ മനസ്സിൽ എക്സാക്ട്ലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ 7 ഓഫ് വാൻഡ്സ് ഇത് കുറെ ഒരു ചാലഞ്ചസിന്റെ എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി ചാലഞ്ച് ഉണ്ട്, പക്ഷെ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യൂല. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ട്രാവൽ ചെയ്ത് ചിലപ്പോൾ വരാൻ നോക്കും. പക്ഷെ ഇവരുടെ ഒരു എനർജി ഒരു കുറെ ഡിഫിക്കൽട്ട് സമയമാണ് ഇവർക്ക് വേണ്ടിയിട്ട്. അവരും ആ ഡിഫിക്കൽട്ട് സമയം വിട്ടിട്ട് ഒരു കാമർ വാട്ടേഴ്സിൽ പോകണം എന്നുണ്ട്. ആൻഡ് അവർ എല്ലാം സോർട്ട് ഔട്ട് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ 6 ഓഫ് സോർഡ്സ് കാണുമ്പോൾ. പക്ഷെ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ 6 ഓഫ് കപ്സ് നിങ്ങളുടെ എനർജി എന്തുകൊണ്ടാണ്? ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ഞാൻ പറഞ്ഞ മാതിരി ചില കേസസിൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനും ആവാം. ലവേഴ്സ് ജെമിനൈ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് പറഞ്ഞ ഒരു നിങ്ങൾ അവരെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. 8 ഓഫ് പെന്റിക്കിൾസ്, 2 ഓഫ് കപ്സ്. അപ്പൊ ഈ പേഴ്സന്റെ മനസ്സിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഫീലിങ്സ് ഉണ്ട്, ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്. അപ്പൊ ഈ നൈറ്റ് ഓഫ് സോർഡ്സ് ഇവിടെ എന്താണ്? 8 ഓഫ് സോർഡ്സ്. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു സ്റ്റാഗ്നൻസി ഫീൽ ചെയ്യണോ ഈ റിലേഷൻഷിപ്പിൽ? അപ്പോൾ നിങ്ങൾക്ക് വേഗം ഒരു ആക്ഷൻ എടുക്കണം എന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ ഒരു സ്റ്റാഗ്നന്റ് ഫേസിലാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒന്നും മുമ്പോട്ട് പോകില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അത് കൂടുതൽ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യണം എന്നില്ല, ഒരു കൺക്ലൂഷൻ വേണം എന്നുണ്ട്. ഈ പേഴ്സന്റെ എനർജിയിൽ കാപ്രിക്കോൺ, ഈ പേഴ്സൺ അവരുടെ ഫീലിങ്സ് ഒട്ടും ഷെയർ ചെയ്യാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഞാൻ പറഞ്ഞ മാതിരി അവരുടെ മനസ്സിൽ എന്തോ ഉണ്ട്, പക്ഷെ അവർ പറയണത് വേറെ എന്തോ ആണ്. അപ്പോൾ അത് കൊണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സന്റെ മനസ്സിൽ എന്താണെന്ന് ഒന്നും അറിയാത്ത ഒരു എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ ഏസ് ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓഫർ കൊടുക്കണം എന്നുണ്ട്, പക്ഷെ ആ ധൈര്യം വരില്ല. എന്ന് വെച്ചാൽ അറിയില്ല ഈ പേഴ്സൺ റിജക്ട് ചെയ്താലോ. ഈ പേഴ്സന്റെ എനർജിയിൽ 4 ഓഫ് കപ്സ് ആണ്. ഇവർക്ക് ആക്ച്വലി എന്താണ് വേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല. കുറച്ചൊരു ബ്ലോക്സ് ഉണ്ട് അവരുടെ ഉള്ളിൽ. ഓക്കെ, എന്ന് വെച്ചാൽ മുമ്പും അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടും ആവാം അവർ ഒരു ബ്ലോക്ക്ഡായി ഫീൽ ചെയ്യണത്. അവർക്ക് അത്ര തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പേടിയുണ്ട്. എംപറർ എനർജി നിങ്ങളുടെ എനർജി എന്തുകൊണ്ടാണ്? 2 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങൾ ഒരു ഇംബാലൻസ് ആണ് ഫീൽ ചെയ്യണത്. എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഈ പേഴ്സന്റെ എനർജിയിലെ മൂൺ എന്താണ്? അവർ സീക്രറ്റ്ലി നിങ്ങളെ കുറിച്ച് തന്നെ ആലോചിക്കണേ, പക്ഷെ അത് നിങ്ങൾക്ക് അറിയില്ല. കുറെ ഹിഡൻ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവർ എക്സ്പ്രസീവ് അല്ല. 7 ഓഫ് വാൻഡ്സ് നിങ്ങളുടെ എനർജി എന്താണ്? മജിഷ്യൻ, ജെമിനൈ എനർജി അഗൈൻ. നിങ്ങൾ ഈ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യണു. നിങ്ങൾക്ക് ഗിവ് അപ്പ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് അറിയാം ഈ റിലേഷൻഷിപ്പിൽ ചാലഞ്ച് ഉണ്ടെന്ന്, പക്ഷെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ഈ പേഴ്സന്റെ എനർജിയിൽ 5 ഓഫ് പെന്റിക്കിൾസ് ആണ്. അവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആണ് അവർ ഫേസ് ചെയ്യണത്. പക്ഷെ അവർ അതിനെ ആ ലോ ആയി അവരുടെ ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അവർ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് അവർക്ക് ക്ലാരിഫൈ ചെയ്യാൻ വരണം എന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇതിൽ അവരുടെ ഫീലിങ്സ് ഈ സമയത്ത് കുറച്ച് ഡിഫിക്കൾട്ടായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വെരി സൂൺ ആ ഫേസ് മാറും. ഓക്കെ, അവർ ഈ ഫേസിന് പുറത്ത് വരും. അപ്പോൾ ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തായിരിക്കും നിങ്ങളുടെ ഡയറക്ഷനിൽ? 9 ഓഫ് കപ്സ്. അപ്പോൾ അവർക്കും നിങ്ങൾ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. ആൻഡ് അവർ അവരുടെ വിഷസ്
ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആക്ഷൻ എടുക്കും. എന്ന് വെച്ചാൽ ഹെർമിറ്റ് ഇവിടെ ഒരു ഐസൊലേറ്റഡ് എനർജിയാണ്. ഈ സമയത്ത് അവർ ഐസൊലേറ്റഡ് ആണ്. പക്ഷെ അവർ ഡെഫിനറ്റ്ലി അതിന് പുറത്തു വരും. എന്ന് വെച്ചാൽ അവർക്ക് റിയലൈസേഷൻ വരും അത് അവർക്ക് നിങ്ങളുടെ കൂടെയാണ് ഒരു ഫ്യൂച്ചർ വേണ്ടതെന്ന്. ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം ടു ഓഫ് സോഡ്സ് ആണ്. ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പ് ഒരു ക്രോസ് റോഡ്സിലാണ്. ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാണ്ട് നിങ്ങൾ രണ്ടാൾക്കും. പക്ഷെ ഇവിടെ ബാലൻസ് വരും. അപ്പോൾ ഹീലിംഗ് ഉണ്ട്, ബാലൻസ് ഉണ്ട്. ടെമ്പറൻസ് സാജിറ്റേറിയസ് എനർജിയാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഈ സിറ്റുവേഷൻ ഒരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. ഇതിൽ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ പോയിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പക്ഷെ മേ ബി അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. പക്ഷേ നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.